ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനം. ഈ പകൽക്കാലം ദൈവ വചനത്തിൻ്റെ സാരാംശം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ 1 യോഹന്നാൻ 2-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. ഈ ലോകത്തിൽ 2 കൂട്ടരുണ്ട്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവത്തെ അനുസരിക്കുന്നവർ. രണ്ടാമത്തെ കൂട്ടർ ദൈവത്തെ സ്നേഹിക്കാത്തവർ, ദൈവത്തെ അനുസരിക്കാത്തവർ. അതുമാത്രമല്ല, ഈ ലോകത്തിൻ്റെ മോഹത്തിലും പാപത്തിൻ്റെ വഴിയിലും ജീവിക്കുന്നവർ. ഈ പകൽക്കാലം ലോകമോഹത്തിലും പാപത്തിൻ്റെ വഴിയിലും ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താകും എന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് എല്ലാ മതാടിസ്ഥാനത്തിലും വിശ്വസിക്കുന്ന കൂട്ടരാണ് ഈ ലോകത്തിൽ ഭൂരിഭാഗവും. അവസാനം എന്താകും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഈ പകൽക്കാലം ദൈവിക സ്നേഹത്തിൽ പറയട്ടെ, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്നവർ ആരുണ്ടോ അവർ എന്നേക്കും ഇരിക്കും. യേശു പറഞ്ഞു, ആകാശവും ഭൂമിയും മാറിപ്പോകും, എൻ്റെ വചനത്തിനോ വള്ളിയോ പുള്ളിയോ മാറ്റമില്ല. ഉണ്ടാകട്ടെ എന്ന ഉച്ചാരണത്തിൽ സകലത്തെയും ഉളവാക്കിയ ദൈവം അതേ ഉച്ചാരണത്തിൽ തന്നെ സകലത്തിനും നീക്കം വരുത്തുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തെ അനുസരിച്ച് ആരൊക്കെ ഈ ലോകത്തിൽ കഷ്ടതയിലൂടെയും ഞെരുക്കത്തിലൂടെയും പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോകുന്നുണ്ടോ, അവരെ നോക്കി ദൈവത്തിന് ആത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്: നിങ്ങൾ എന്നേക്കും ഇരിക്കും. യേശുക്രിസ്തു മരിച്ചു എങ്കിലും മരണത്തെയും പാതാളത്തെയും പാപത്തെയും ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നത് പോലെ, യേശു മരിച്ചിട്ട് ഉയർത്തതുപോലെ ദൈവ ഇഷ്ടം ചെയ്യുന്ന ആരെങ്കിലും ഈ ലോകത്തുണ്ടോ, അവരും യേശുവിനെ പോലെ ജീവിക്കുവാൻ ഇടയാകും. യേശുവിൽ വിശ്വസിച്ച് മരിക്കുന്നവർക്ക് മരണം ഇല്ല. അവർ എന്നേക്കും ഇരിക്കുന്നവരാണ്. മറ്റൊരു വചനത്തിലും ഇപ്രകാരം കാണുന്നു: മായ മായ, സകലവും മായത്രേ. സൂര്യൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ കാണുന്ന സകലവും മായ. ഈ പകൽക്കാലം
ദൈവ ഇഷ്ടം ചെയ്യുന്നവരാണ് നിങ്ങൾ. ഈ ലോകത്തിൻ്റെ സകലവും തീയാൽ അഴിഞ്ഞു പോകുമ്പോൾ ദൈവ ഇഷ്ടം ചെയ്യുന്ന ദൈവ പൈതലിനെ നോക്കി ദൈവാത്മാവിൽ ദൈവവചനത്തിൽ ഇപ്രകാരം കാണുന്നു: നീ എന്നേക്കും നിലനിൽക്കും. ലോകത്തിലുള്ള കഷ്ടം, പ്രതിസന്ധികൾ, കടഭാരം, അസമാധാനം നിന്നെ മുക്കിക്കളയുവാൻ നോക്കിയാലും അത് താൽക്കാലികം മാത്രമാണ്. ഈ പകൽക്കാലം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുമ്പോട്ട് പോകുക. കർത്താവ് നിങ്ങളേവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ പകൽക്കാലം വചനം കേട്ടു ലോകവും അതിന് മോഹവും ഒഴിഞ്ഞു പോകുന്നു. ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും ഇരിക്കുന്നു. ഞങ്ങൾ ലോകത്തെയും അതിൻ്റെ മോഹത്തെയും വെറുത്ത് ദൈവ ഇഷ്ടം ചെയ്യുന്നവരായി എന്നേക്കും നിലനിൽക്കുന്നവരായി കർത്താവ് മാറ്റിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. ഒരു നീക്കുപോക്ക് അവരുടെ ജീവിതത്തിൽ കൊടുക്കണമേ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിടുവിച്ച് ദൈവം എന്നേക്കും ഇരിക്കുന്നത് പോലെ അവരുടെ ജീവിതങ്ങൾ ഉറപ്പുള്ള പാറയായ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുത്തി കുലുങ്ങിപ്പോകാതെ വണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളണം. ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ പ്രോത്സാഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ.